ബഹുമാനപ്പെട്ട മന്ത്രി. സർ, നമ്മുടെ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിലെ ആദ്യ ഘട്ടം മുതൽ പലതരത്തിൽ ചർച്ച ചെയ്ത അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കാര്യങ്ങൾ സംബന്ധിച്ച ബഡ്ജറ്റിൻ്റെ ചർച്ചയുടെ അവസാന ഘട്ടമാണ്. ഇത് കഴിഞ്ഞാൽ നാളെ ഫിനാൻസ് ബില്ലും കൂടി പാസ്സാക്കി നമ്മൾ സഭ പിരിയും. അടുത്തൊരു വർഷക്കാലത്തേക്ക് സംസ്ഥാനത്തെ പൊതുവിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു നയപരമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന രേഖ എന്ന നിലയിൽ, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ പറയുന്ന രേഖ എന്ന നിലയിൽ വളരെ വിശദമായ ചർച്ചയാണ് നടന്നത്. അതിനകത്ത് ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും ഗൗരവപരമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയം ഇതിനകത്ത് കടന്നു വരും എന്നുള്ളതുകൊണ്ട്, രാഷ്ട്രീയം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. സർ, ഈ സമ്മേളനം നമ്മൾ നടക്കുമ്പോൾ ഏറ്റവും ഗൗരവതരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം ഈ സമയത്തിനടുത്ത് പറയാൻ പറ്റില്ല. എങ്കിലും ഭാവി കേരളത്തിൽ നമ്മുടെ അന്നത്തെ തലമുറ കേരളത്തിലെ നിയമസഭ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി നോക്കുമ്പോൾ ഈ ഘട്ടത്തിലെ ചർച്ചകൾ അത് വരുമെന്നാണ് ഞാൻ കരുതുന്നത്, വരേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. സർ, ലോകം വളരെ വ്യത്യസ്തമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അങ്ങനെ പ്രവേശിക്കുന്നതിൻ്റെ പല ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രവും സംസ്ഥാനങ്ങളുടെ അവകാശവും ആകെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും ഈ സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് വിളിച്ച ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുത്ത ഇന്ത്യൻ ഫെഡറലിസത്തെ സംബന്ധിച്ചും ഫെയർ ഡീൽ ഓഫ് ഡീലിമിറ്റേഷൻ എന്ന ആശയം വെച്ചുകൊണ്ടുള്ള ചർച്ചയും അത്തരത്തിലൊന്നായിരുന്നു. കേവലം നമ്മൾ പരസ്പരമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് മാത്രം അവശേഷിപ്പിക്കേണ്ട ഒരു കാര്യമാണെങ്കിലും തിരിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണെന്ന് നിയമസഭ ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാർ, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 2026 സീറ്റുകളുടെ കാര്യത്തിൽ പുനഃസംഘടന വരും എന്ന ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ ഭരണഘടനാപരമായി 71 ജനസംഖ്യ അനുസരിച്ച് വന്ന സീറ്റ് വിഭജനമാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്കറിയാം. ആ സീറ്റ് വിഭജനം വന്നതിന് ശേഷം പിന്നീട് കോൺഗ്രസ് ഗവൺമെൻറ് ഇരിക്കുമ്പോൾ തന്നെയാണ്, വാജ്പേയി ഗവൺമെൻറ് വന്ന സമയത്ത് വീണ്ടും 20 വർഷത്തേക്ക് അടുത്ത ആ സീറ്റ് വിഭജനം നീട്ടി. ഇപ്പോൾ അത് 2026 വരാൻ പോകുന്നു. തെക്കേ ഇന്ത്യക്ക് നിലവിലുള്ള സീറ്റുകളൊന്നും കുറയാതെ സീറ്റുകൾ വരുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് BJP ഗവൺമെൻറ് പറഞ്ഞു. എന്ന് മാത്രമല്ല, 845 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലേക്കുള്ളൊരു പാർലമെൻറ്റാണ്, ലോക്സഭയാണ് ഇപ്പോൾ തയ്യാറാക്കിയത് തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല കണക്കുകളും വരുന്നു. ഞാൻ പറഞ്ഞത്, സർ, പാർലമെൻറ്റിൻ്റെ തന്നെ ഘടന സ്വഭാവം മാറുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു. എന്തായാലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല, ഇപ്പോൾ BJP ഭരിക്കുന്ന ഒറീസയിലെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ, അവർക്കൊക്കെ ഈ ജനസംഖ്യയിൽ എവിടെയൊക്കെയാണോ നിയന്ത്രണം വന്ന ആ സ്ഥലത്തൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലേക്ക്, പാർലമെൻറ്റിൻ്റെ സ്വഭാവം തന്നെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. സാർ, അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. നമ്മൾ ഭാവിയിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഘടന തന്നെ ഇങ്ങനെയാണോ, ഭൂമിശാസ്ത്രം ഇങ്ങനെയാണോ എന്നൊക്കെ അറിയാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. സാർ, നമ്മുടെ രാജ്യം വിവിധ പ്രദേശങ്ങൾ ചേർന്ന നാട്ടുരാജ്യങ്ങൾ ചേർന്നുണ്ടായ ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം. ആ നാട്ടുരാജ്യം കേരളം തന്നെ, കേരളത്തിൽ തിരുവിതാംകൂറും മലബാറും കൊച്ചിയും ചേർന്നിട്ട് രൂപമെടുക്കുമ്പോൾ 2 പ്രദേശം ചെറിയ നാട്ടുരാജ്യങ്ങളും 1 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലുമായിരുന്നെങ്കിൽ അതിനെല്ലാം ഒരുമിപ്പിക്കുന്ന ചില ശക്തികളുണ്ട്, ഭാഷയുണ്ട്, ദേശീയതയുണ്ട്, ദേശീയ സമരങ്ങളുണ്ട്, പ്രക്ഷോഭങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരേ തരത്തിലുള്ള ഈ ഇന്ത്യയിലുണ്ടായ സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരേ തരത്തിലുള്ള പ്രാതിനിധ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് എല്ലാവരും ചേർന്നത്. അമേരിക്കൻ ഐക്യനാടുകളിൽ വലിയ സംസ്ഥാനമായാലും ചെറിയ സംസ്ഥാനമായാലും അവരുടെ സ്റ്റേറ്റുകൾക്ക് ഉപരിസഭയിൽ ഒരേ അംഗസംഖ്യയാണുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ വെല്ലുവിളിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ നമ്മൾ ഇത്തരമൊരു സഭയ്ക്കകത്ത് മാത്രം കാണുന്നതും കേരളത്തിനകത്ത് മാത്രം കാണുന്ന കാര്യമല്ല ഇന്ത്യയിൽ കാണേണ്ടത് എന്ന നിലയിലേക്കുള്ള ഒരു പൊതു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നൊരു ഘട്ടമാണ് എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സഭയ്ക്കുള്ള അതിശക്തമായ അഭിപ്രായം നമ്മൾ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരികയാണ് സാർ. ഒരു വശത്തു കൂടി ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഫെഡറലിസത്തിനകത്ത് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ള കൺസെപ്റ്റാണ്. ഓരോ നിയമം നിർമ്മിക്കുമ്പോഴും അന്നത്തെ ഭരണഘടന രൂപീകരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ തലവനായിരുന്ന, അതിൻ്റെ നേതൃത്വം വഹിച്ച ബഹുമാനായ C. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ സെയിൽ ടാക്സ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന ടാക്സ്, പരിമിതമായ അവകാശം അത് മാത്രമേ ഉണ്ടായിരുന്നു, അതുകൂടി സെൻട്രൽ ലിസ്റ്റിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ആകെ സെൻട്രൽ സ്റ്റേറ്റുകൾക്ക് അവശേഷിച്ചിട്ടുള്ളത് ഈ പരിമിതമായ സെയിൽ ടാക്സ് മാത്രമാണ്, അതുകൂടി സെൻട്രൽ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് GST ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ വേറെ ചർച്ച ചെയ്തതാണ്. GST നടപ്പിലാവുന്ന ഘട്ടത്തിൽ. സാർ, എന്തായാലും
GST നടപ്പിലായതിൻ്റെയും അതിനകത്ത് കേരളത്തിലെ ധനകാര്യമന്ത്രി അന്ന് അനുകൂലം പറഞ്ഞോ കോൺഗ്രസ് പ്രതികൂലം പറഞ്ഞോ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. GST കൃത്യമായി നടപ്പിലാവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ GST എപ്പോഴും അധികാരം ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കയ്യിലേക്ക് അധികാരം വന്നാൽ ഈ പ്രശ്നമുണ്ട് എന്നുള്ളത് പാർലമെൻറ്റിൽ ഞങ്ങൾ കൊടുത്ത ഡിസിഷൻ നോട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഒറിജിനലി GST കൊണ്ടുവരാൻ കോൺഗ്രസ് ആയിരുന്നു ഒറിജിനൽ ഇനിഷ്യേറ്റീവ് എന്ന് നമുക്കറിയാം. പക്ഷേ അതല്ല ഇപ്പോൾ പ്രശ്നം. ഞാൻ പറഞ്ഞത് ഈ സെയിൽ ടാക്സിൻ്റെ കാര്യത്തിനകത്ത് അന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഇത് ചെയർ ചെയ്ത നേതൃത്വം വഹിച്ച അംബേദ്കറെ പോലുള്ള ആളുകൾ പറഞ്ഞ അവസ്ഥ ഇന്നിപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ അപകടകരമായ അവസ്ഥയിലേക്ക് അത് മാറ്റിമറിച്ചാൽ സെയിൽ ടാക്സ് ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ സംസ്ഥാനത്തു നിന്ന് എടുത്ത് കേന്ദ്രം എടുത്താലുണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി അവർ ചൂണ്ടിക്കാണിച്ച് ഇന്ന് ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. സാർ അതിനൊപ്പമാണ് സാർ ഫെഡറലിസത്തിൻ്റെ കാര്യം. ഇവിടെ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ മാത്രം ഇഷ്യൂ അല്ല സാർ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ സിലബസ്, നമ്മൾ ദൈനംദിനം നടത്തുന്ന കാര്യങ്ങൾ, ഇതിനെപ്പറ്റി എല്ലാം ഇത്തരം കാര്യങ്ങൾ വരിക. നമ്മളിവിടെ തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി രാവിലെ സബ്മിഷൻ ഉണ്ടായിരുന്നല്ലോ, കോളിംഗ് അറ്റൻഷൻ ഉണ്ടായിരുന്നു. ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ പറയുന്ന കാര്യവും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റിസോഴ്സസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ, ആ പണം നമുക്കുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല ഈ തരം സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വരില്ല. കാരണം 1 ലക്ഷം കോടി രൂപ ആകെ 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ 3% നമുക്ക് 75,000 കോടി കിട്ടണം. ആ 75,000 കോടിക്ക് പകരം 30-35,000 കോടി മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് കിട്ടുന്നത് അർഹമായത് കിട്ടുന്നില്ല. ഇവിടുന്നെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും തരാനുള്ള പണം തരാതിരിക്കുകയും തരണമെങ്കിൽ തന്നെ ബ്രാൻഡിങ് നടത്തി അവർ പറയുന്ന പോലെ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയും ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ ഒരു സംസ്ഥാനത്തിനും നേരെ ചൊവ്വേ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആ അവസ്ഥ നിലനിൽക്കുന്നു. അത് രൂക്ഷമാവുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റുകളെ ഒന്നും മോശമാക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ പറയുന്നത്. ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റായിട്ടുള്ള എന്ന് കരുതുന്ന തെലുങ്കാനയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. നേരത്തെ തന്നെ ഹിമാചൽ പ്രദേശ് ആ സംസ്ഥാനത്ത് ശമ്പളം കൊടുക്കാൻ കറക്റ്റ് പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നു. ഇപ്പോൾ തെലുങ്കാനയിലും അതേ അവസ്ഥ വന്നിരിക്കുകയാണ്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഇതേ സ്ഥിതി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യം കൊണ്ടല്ല സർ. ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങൾക്ക് പോലും ശമ്പളം കൃത്യമായി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിസ്മാനേജ്മെൻ്റ് അല്ല, അത് ആ സംസ്ഥാനത്തിന് കിട്ടാനുള്ള അവകാശങ്ങളും സമ്പത്തും കിട്ടാതിരിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മെമ്പർമാർ ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യമുണ്ട്. പല സ്കീമുകളും സെൻട്രൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരിക. 60-40, 50-50. സാർ നേരത്തെ ഉള്ളതിനേക്കാളും CSS സ്കീമിലൊക്കെ വലിയ മാറ്റം വരുത്തി. ഇപ്പോൾ ഒരു സ്കീം എന്ന നിലയിൽ അവർ പരസ്പരം ഷെയർ ചെയ്യാൻ കൊണ്ടിരുന്നു. 5 വർഷം നടപ്പിലാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം നടപ്പിലാക്കി കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇതിന് വിഡ്രോ ചെയ്യുന്നു. നമ്മൾ കുറേ സ്കീം വർക്കേഴ്സിനെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ടാവും. മാറിയിട്ട് ഇവർ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതിന് ഫണ്ട് തരില്ല. ഇത് LDF UDF എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഏത് സർക്കാർ അധികാരത്തിലിരുന്നാലും ഇത്തരം കാര്യങ്ങളിൽ വരുന്ന സമീപനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് സാർ. അതിനൊപ്പമാണ് യൂണിവേഴ്സിറ്റികൾക്ക് ഇപ്പോൾ അവകാശമില്ലാതെ വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ അവകാശമില്ലാതെ വരുന്ന പ്രശ്നങ്ങളുണ്ട് സാർ. ഇതിനൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് കാണണം സാർ. നമ്മുടെ തലമുറ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ പൂർവികർ ഉൾപ്പെടെ ഈ കേരള നിയമസഭയാവുമ്പോഴും അതിനു മുമ്പുള്ള സമയത്തും നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിലും ലോക രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും മാറിക്കൊണ്ടിരിക്കുക. അത് കാണാതെ ഒന്നും പോകാൻ പറ്റില്ല. എനിക്ക് വലിയ ആശങ്കയുണ്ട്. എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ആശങ്ക ഉണ്ടാവും ഞാൻ കരുതുന്നു. ലോകത്ത് ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തിൽ ജനാധിപത്യം തന്നെ ഇല്ലാതാവുന്ന തരത്തിലേക്കാണ്. ധ്വംസിക്കും എന്നുള്ളതിന് യാതൊരു തർക്കമുണ്ടോ? സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലും ഹോളിവുഡ് സിനിമയിലും മറ്റു ഭാഷാ ചിത്രങ്ങളിലും ഒക്കെ വരുന്ന ചിത്രങ്ങൾ കാണാറുണ്ട്. ഗ്ലാഡിയേറ്റേഴ്സ്, അല്ലെങ്കിൽ പഴയ കാലത്തെ റോമിലെയൊക്കെ വളരെ ക്രൂരമായ വിനോദങ്ങൾ, അടിമകളെ പിടിച്ച് യുദ്ധത്തിന് വലിയ കളത്തിലിട്ടിട്ട് മൃഗങ്ങളുമായിട്ടും പരസ്പരം യുദ്ധം ചെയ്ത് കൊല്ലുന്നതൊക്കെ ഒരു ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു കാലമുണ്ട്. അതിർത്തികൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലാത്ത കാലമുണ്ട്. എതിരാളികളെ മുഴുവൻ നിഷ്കരണം കൊലപ്പെടുത്തുന്നത് ഒരു അംഗീകൃതമായിരുന്ന നിയമം ഉണ്ടായിരുന്ന കാലമുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന രാജ്യം വേണം എന്ന് പറയുക. കഴിഞ്ഞ ദിവസം വീണ്ടും പാലസ്തീനിൽ ബോംബിട്ടു. ആരാ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? ചർച്ച പോലും ചെയ്യുന്നില്ല. പാലസ്തീനിൽ ഉണ്ടാകുന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവം പാലസ്തീനോ ഇസ്രായേലോ അല്ലെങ്കിൽ ഉക്രൈനോ മറ്റൊരു കാര്യമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം കണ്ടു ലെബനനിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു, ലെബനൻ മേഖലയിൽ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിന് ഇതെല്ലാം പരസ്പരം അംഗീകൃതമായ കാര്യങ്ങളാണ്. ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് പറയുന്നു കേരളത്തിന്, തെലങ്കാനയ്ക്ക്, തമിഴ്നാട്ടിന്, ഹിമാചൽ പ്രദേശിന് ഇത്രേ തരൂ എന്ന് പറഞ്ഞാൽ അത് ഒരു നിയമമാവുന്ന തരത്തിലേക്ക്, ഇത്ര സീറ്റ് ആ സംസ്ഥാനത്ത് ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ അതൊരു നിയമമാവുന്ന തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നെങ്കിൽ ലോക രാഷ്ട്രീയം ഇതിനെല്ലാം വഴിമരുന്നിടുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് വേണ്ടെന്ന്. വേറെ വകുപ്പുകൾ ചില നിർത്തി.
എലോൺ മസ്കാണ് ഇപ്പോൾ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് വേണ്ട, വിദ്യാഭ്യാസ വകുപ്പുള്ളതുകൊണ്ടാണ് അമേരിക്കൻ വിദ്യാഭ്യാസം നന്നാവാത്തതെന്ന് പറഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അമേരിക്കൻ പ്രസിഡന്റ് WHO കൊടുക്കുന്ന ആനുകൂല്യം നിർത്തിയെന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാമോ? മാത്രമല്ല മറ്റ് സഹായങ്ങൾ മുഴുവൻ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനാണ് ഇപ്പോൾ ആഹ്വാനം കൊടുത്തിരിക്കുന്നത്. സാർ അങ്ങ് പറഞ്ഞ വളരെ ശരിയായ കാര്യമാണ്. ഞാൻ സമയം ധരിപ്പിക്കണം സാർ. ഇതൊരു വാസ്തവത്തിലൊരു ഹിസ്റ്റോറിക് ഒരു പീരീഡിൽ കൂടിയാണ് സാർ നമ്മൾ കടന്നു പോകുന്നത്. WHO കൊടുക്കുന്നില്ല, എൻവയോൺമെൻറ്റ് ലോസ് മുഴുവൻ മാറ്റി എന്ന് മാത്രമല്ല, ഈ അമേരിക്ക പോലും നേരത്തെ എടുക്കാതിരുന്ന ഷെയിൽ ഗ്യാസ്, ഈ പാറ പൊട്ടിച്ച് അവിടുത്തെ മലയോരങ്ങളിൽ പ്രത്യേകിച്ച് ഐസ് മേഖലയിലൊക്കെ ആ പാറ പൊട്ടിച്ചത് ഷെയിൽ ഗ്യാസ് എടുക്കാനായിട്ട് ഇതുവരെ തീരുമാനിച്ചില്ല. ഷെയിൽ ഗ്യാസ് എടുത്താൽ എക്കോളജിക്കലി വലിയ പ്രശ്നം ഉണ്ടാവും. ഷെയിൽ ഗ്യാസ് എടുക്കാൻ തീരുമാനിക്കുന്നു, ഗ്രീൻലാൻഡ് എടുത്തിട്ട് അവിടുത്തെ ഖനിജ വിഭവങ്ങൾ എടുക്കാൻ പോകുന്നു. ഈ തരത്തിൽ എന്തും ചെയ്യുന്നതാണ് എന്ന് പറയുന്ന അത്തരം ഒരു ശക്തി ലോകത്തെ നിയന്ത്രിക്കാനായി വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഇതുവരെ ഇവിടെ ആശാ വർക്കേഴ്സ് മാത്രമല്ല, ഇവിടുത്തെ തൊഴിലുറപ്പുകാർ മാത്രമല്ല, സ്പോർട്സിന് മാത്രമല്ല, ഒന്നിനും പണം കൊടുക്കാത്ത, ആരോഗ്യരംഗത്ത് ഒരു സ്ഥലത്തും പണം കൊടുക്കാതെ ഇന്ത്യൻ എക്കണോമി ഉൾപ്പെടെ ലോകത്തെ എക്കണോമി മൊത്തം റീഡ്രാഫ്റ്റ് ചെയ്യാൻ ആലോചിക്കുന്ന, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മുൻപുള്ള കാലത്തേക്ക് ലോകത്തെ എത്തിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പോവാണ്. അവിടെ ഡെമോക്രസിക്ക് ഒരു അവസാന ബെല്ല് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇത് വർഗീയതയും വംശീയതയും ഒക്കെ വളരെ രൂക്ഷമായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് 5 വർഷം കഴിയുമ്പോഴോ 10 വർഷം കഴിയുമ്പോഴോ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിറ്റുവേഷനും വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ശ്രീ തിരുവഞ്ചൂരും ഞാനും ഒന്നും പരസ്പരം പറയുന്ന കാര്യങ്ങളല്ല, യഥാർത്ഥത്തിൽ അതിനേക്കാളൊക്കെ അപ്പുറം ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകുന്നു രാജ്യം എന്നുള്ളതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ എക്കണോമി നമ്മൾ വർക്ക് ചെയ്യുന്നത്. സാർ, ഈ ഇന്ത്യൻ എക്കണോമിക്കകത്ത് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല സാർ. ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ വീണ്ടും നമ്മൾ ഈ പറയുന്ന ട്രില്യൺ എന്നൊക്കെ പറഞ്ഞത് എന്തോ വലിയ കാര്യം, ഇതുമല്ലോ നടക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീമതി സുനിത വില്യംസ് വളരെ ആശങ്കാകുലമായി ലോകം മൊത്തം നോക്കിയെന്നാണ്. 8 മാസക്കാലം അവിടെ വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ ദിവസം മന്ത്രിമാർ പറയുകയാണ് അടുത്ത ദിവസം അവർ സേഫായിട്ട് വന്നില്ലെങ്കിൽ ആകെ അപകടമാവുമല്ലോ നിങ്ങൾ പറഞ്ഞപ്പോൾ. സാർ, അവിടെ 8 മാസക്കാലം ഒരു സ്ത്രീ, അവർ മാത്രമല്ല അവരുടെ ടീമിലുള്ള ആളുകൾ ലോകത്തേക്ക് തിരിച്ചു വരാൻ കഴിയുമോ ഇല്ലയോ, ഭൂമിയിലേക്ക് വരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ ഫൈറ്റ് ചെയ്ത് അവിടെ നിന്ന് സുനിത വില്യംസ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു. മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ അതിജീവനം പോലെ കേരളവും തകർക്കാൻ ശ്രമിച്ചാൽ അവിടെ തകരാതെ മുന്നോട്ട് പോകുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സമീപനം കേരളത്തിലുണ്ടായിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഇത് പറയുമ്പോൾ എപ്പോഴും ഈ പാടാദുരിതം പറയുന്നത് എന്താണെന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ഇപ്പോൾ സന്തോഷത്തോടു കൂടിയല്ല ഞാൻ പറയുന്നത്, തെലുങ്കാനയ്ക്കും ഇത് പറയേണ്ടി വന്നു. സന്തോഷത്തോടല്ല, കാരണം തെലുങ്കാനയ്ക്ക് അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. സാർ, മഹാരാഷ്ട്രയും കർണാടകയും, മഹാരാഷ്ട്ര ഏറ്റവും റിച്ചായ സ്റ്റേറ്റാണ്, 16% GSDP കിട്ടുന്ന സ്റ്റേറ്റാണ് മഹാരാഷ്ട്രയും കർണാടകവും. ഞങ്ങൾ GST കൗൺസിലൊക്കെ പോകുമ്പം പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നതാണല്ലോ. മഹാരാഷ്ട്രയും കർണാടകവും ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് അറിയാം, മഹാരാഷ്ട്രയിൽ ചാർജും കൂടെ ഉള്ളതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി അറിയാമെന്ന് ഞാൻ കരുതുന്നു. സാർ, ഈ സ്റ്റേറ്റുകളൊക്കെ ഈ പ്രശ്നം നേരിടുകയാണ്. സാർ, ഈ സ്റ്റേറ്റുകളെല്ലാം സമാനമായ പ്രശ്നം നേരിടുമ്പോൾ അത് പറയേണ്ട ഒരു സ്ഥലമല്ലേ സാർ ഇത്? അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നു 2 ട്രില്യൺ. സാർ, ഡെപ്യൂട്ടി ലീഡർ പറഞ്ഞ് അദ്ദേഹം അങ്ങ് മനസ്സിലാക്കിയത് ഞാൻ $2 ട്രില്യൺ എന്നല്ല പറഞ്ഞത്. ട്രില്യൺ 1,00,000 കോടിയാണ്, 2 ട്രില്യൺ രൂപയാണ്. ഒരു സംശയം വേണ്ട, 2 ട്രില്യൺ രൂപയിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ 2 ട്രില്യണിലേക്ക് എത്തുമെന്ന വിശ്വാസം കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റ് പറഞ്ഞതിനെ പറ്റി ഇവിടെ മഞ്ഞളാംകുഴി അലി അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊക്കെ നടന്നോ? സാർ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതിൽ 1,78,000 കോടിയിലേക്ക് ഈ വർഷം എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ കയ്യിൽ കണക്കുകളുണ്ട്. ഒരു കണക്ക് ഇവിടെ പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല, പ്ലാനിൻ്റെ സ്പേസിനെ പറ്റി പറഞ്ഞല്ലോ സാർ. പ്ലാൻ സ്പേസിനകത്ത് ഇവിടെ പറഞ്ഞത് സ്റ്റേറ്റ് പ്ലാൻ 80% ട്രഷറി എന്നുള്ള ഔട്ട്ഗോയാണ് പറയുന്നത്. ട്രഷറി എന്നുള്ള ഔട്ട്ഫ്ലോയാണ്. നമ്മുടെ നാട്ടിൽ ഈ വർഷത്തെ ചിലവ് കഴിഞ്ഞ വർഷത്തെ ചിലവൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്, 100 രൂപ ഈ വർഷം ചിലവാക്കാനിരുന്നു, അതിൽ 80 രൂപ കയ്യിൽ നിന്ന് പോയാൽ 80 രൂപ ചിലവാണ് ഔട്ട്ഫ്ലോ. സാർ, നമ്മുടെ ട്രഷറിയിൽ നിന്ന് സ്റ്റേറ്റ് പ്ലാനിൽ 80% ഔട്ട്ഫ്ലോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഞാൻ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഇങ്ങനെയൊന്നും ഞങ്ങൾ റീസ്ട്രക്ചർ ചെയ്യാനും റൂൾ 300ൻ്റെ കാര്യത്തിൽ അതിന് പ്രിഫറൻസ് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ പണത്തിനകത്ത് ഒരു ചെറിയ റീസ്ട്രക്ചറിങ് നടത്തിയെന്ന് പറഞ്ഞാൽ പണം ആകെ ചിലവാകുമെന്ന് പറയുന്നില്ല. 80% സ്റ്റേറ്റ് പ്ലാൻ ഇതുവരെ എക്സ്പെൻഡിച്ചർ നടന്നിട്ടുണ്ട് സാർ. ഇവിടുന്ന് ഔട്ട്ഫ്ലോ പോയിട്ടുണ്ട് കേരളത്തിലെ ട്രഷറിയിൽ നിന്ന്. സാർ, LSGDയിൽ 102%. അതിനകത്ത് കാരിയോ ഫോർവേഡ് ഉണ്ടാവും. പക്ഷേ 102 രൂപ 100 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ 102 രൂപ ഈ വർഷം കൊടുത്തിട്ടുണ്ട് സാർ. ഈ വർഷത്തെ അവസാനത്തെ കണക്കൂടെ വരുമ്പോൾ നോക്കാം. എൻ്റെ കയ്യിലിരിക്കുന്നത്, ഞാൻ വെറുതെ ഒരു കാര്യം പറയുന്നില്ല, എൻ്റെ കയ്യിൽ C&AGയുടെ ഫെബ്രുവരി 2025 വരെയുള്ള കണക്കുകൾ വെച്ചിട്ടാണ് സാർ. അതിനകത്ത്
ടാക്സ് റവന്യൂവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബജറ്റിൻ്റെ ടാക്സ് റവന്യൂ ബജറ്റിൻ്റെ 83.94% ഫെബ്രുവരി വരെ പിടിച്ചെടുത്തിട്ടുണ്ട്. GST ബഡ്ജറ്റിൻ്റെ 86.43% പിരിച്ചെടുത്ത് കഴിഞ്ഞു. സർ, നോൺ ടാക്സ് റവന്യൂവിൽ 77.92% പിരിച്ചെടുത്തു. ആകെ വരുമാനം കഴിഞ്ഞ വർഷം ടാക്സിനകത്ത് നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നതിൻ്റെ 73.35% ഫെബ്രുവരി അവസാനം പിരിച്ചെടുത്തതെങ്കിൽ ഈ വർഷം CNDG കണക്കുകൾ അനുസരിച്ച് സർ ആകെ വരുമാനം 83.01% കളക്ട് ചെയ്ത് കഴിഞ്ഞു ഈ വർഷം. CNDG പറഞ്ഞാണ്, അല്ലാതെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഇവിടുന്നുള്ള ഞാൻ പ്രവർത്തിക്കുന്ന ചുമതലയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ മാത്രം പറഞ്ഞതല്ല. സർ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ പ്രാവശ്യം ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ 73.11% ആയിരുന്നെങ്കിൽ ഈ വർഷം ടോട്ടൽ എക്സ്പെൻഡിച്ചർ കാഷ് ഔട്ട്ഫ്ലോ ഫ്രം ട്രഷറി 82.67% ആണ്. സാർ, പണം ചെലവാക്കുന്ന കാര്യത്തിൽ ഇവിടെ CNDG കൂടി സർട്ടിഫൈ ചെയ്ത കണക്കുകൾ വെച്ചിട്ടാണ് സാർ പറയുന്നത്. ആ തരത്തിൽ കണക്ക് ചെലവാക്കിക്കൊണ്ടാണ് സാർ ഈ കാര്യം ചെയ്യുന്നത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല സാർ. സാർ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കേരളത്തിനുണ്ടായ നേട്ടങ്ങളെപ്പറ്റി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞല്ലോ ഈ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നേരത്തെ ഉള്ളത് പണ്ടേ ഉള്ളതാണെന്ന്. സാർ, ഇന്നിറങ്ങിയ ഇന്ത്യ ടുഡേയുടെ പുതിയ റിപ്പോർട്ടുണ്ട് ഈ സംസ്ഥാനങ്ങളുടെ കണക്കുകളെ സംബന്ധിച്ച്. രാജ്യത്തെ സിവിക് ബിഹേവിയർ, പബ്ലിക് സേഫ്റ്റി, ജെൻഡർ ആറ്റിറ്റ്യൂഡ്, ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയ മേഖലകളെപ്പറ്റി പഠിച്ചിട്ട് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടിൽ ഇതിനകത്തെ ആദ്യത്തെ 3 ഘടകങ്ങളിൽ കേരളമാണ് സാർ രാജ്യത്ത് 1ാം സ്ഥാനത്ത്. സാർ, രാജ്യത്തെ സാമ്പത്തിക വളർച്ചയോടൊപ്പം സാമൂഹ്യ നിലവാരവും കൂടി പരിശോധിക്കപ്പെടുന്ന സർവേയാണ് സാർ ഇത്. എന്തുകൊണ്ടാണ് സാർ ഈ കേരളം ഇങ്ങനെ നിൽക്കുന്നത്? കേരളത്തിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞല്ലോ, ഞങ്ങൾ മിഡിൽ ക്ലാസിൻ്റെ ഒരു കാര്യത്തിനാണ് നോക്കുന്നതെന്ന്. സാർ, ഈ കേരളം എല്ലാ വിഭാഗം ആളുകൾക്കും നന്നായി ജീവിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ് ആക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എക്കണോമിക് പ്രോസ്പെറിറ്റി വരണം. സാർ, വിയറ്റ്നാമും ചൈനയും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് നിയന്ത്രണമുള്ള രാജ്യങ്ങളുണ്ട്. അവിടുത്തെ എക്കണോമിക് പ്രോസ്പെറിറ്റിയെ പറ്റി അങ്ങേക്കറിയാം. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള മേഖലകൾ വരുമ്പോൾ പരമാവധി ആൾക്ക് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന ആളുകൾ ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ പ്രാപ്തമായ തരത്തിലേക്ക് കേരളത്തിൻ്റെ എക്കണോമി മാറാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും തൊഴിലും വരുമാനവും കിട്ടാനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൽ ഞങ്ങൾ 1956 അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ ചേരുമ്പോൾ ഒരു നയരേഖ, കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഒരു നയരേഖ തയ്യാറാക്കിയിരുന്നു. അതായിരുന്നു ഞങ്ങൾ മാനിഫെസ്റ്റോ ആയിട്ട് പിന്നീട് അംഗീകരിച്ചത്. ആ മാനിഫെസ്റ്റോ തയ്യാറാക്കി ആ മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ നടത്തി തുടങ്ങിയ പ്രവർത്തനമാണ് ഇന്നത്തെ കേരളമായത്. സാർ, 6-7 വർഷമേ നിങ്ങൾ ഇതിനിടയ്ക്ക് ഭരിച്ചോളൂ, അല്ലെങ്കിൽ 8-10 വർഷം ഭരിച്ചോളൂ, അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. സാർ, കേരളത്തിൽ ഭൂമിയില്ലാത്ത 35 ലക്ഷം പേർക്ക് കുടികടക്കാൻ അവകാശം കൊടുത്ത, തീരുമാനമെടുത്ത ഒരു ഗവൺമെൻറ്റാണത്. അന്ന് വരെ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമില്ലാത്തവന് ഭൂമി കിടക്കാനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ മാറ്റത്തിലെ അടിസ്ഥാന കാര്യമാണ്. സാർ, കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി സ്കൂൾ വിദ്യാഭ്യാസം നടത്താം എന്ന് പറയുന്നൊരു തീരുമാനമെടുത്ത സർക്കാരാണ് സർക്കാർ. അതാണ് വിദ്യാഭ്യാസ നിയമം. ആ വിദ്യാഭ്യാസ നിയമത്തെ അട്ടിമറിക്കാൻ, വിമോചന സമരം നടത്താൻ അന്ന് നേതൃത്വം കൊടുത്ത ആളുകളാണല്ലോ നിങ്ങളുടെ പൂർവികർ. ഇതിനകത്തിരിക്കുന്നവർ അതിനകത്തുണ്ടായില്ല. KSU എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായതെന്നാ. ഇവിടെ നേരത്തെ SFIയെ പറ്റി കുറേയേറെ ചർച്ച നടത്തില്ലോ. KSU എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായതെന്നാ. അന്നെന്ന് പറഞ്ഞാൽ ഒരണാ സമരമായിരുന്നു പ്രധാനപ്പെട്ട സമരം, ഒരണാ സമരം ഉൾപ്പെടെ. സാർ, അങ്ങനെ ഉണ്ടായ ആ അന്നത്തെ വിമോചന സമരത്തിനകത്ത് സ്കൂളുകളും കോളേജുകളും അടിച്ചു തകർക്കാനും എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ച് ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിച്ചൊരു സമരമുണ്ടല്ലോ. ആ ചരിത്രം എങ്ങനെയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട സ്പീക്കർ പറയുകയാണെങ്കിൽ ഞാൻ വഴങ്ങാം. അദ്ദേഹം പറഞ്ഞു അധികം വഴങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹം സമയത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഏകപക്ഷീയമായിട്ട് പറയുന്നതല്ല. ശ്രീ മൊയ്നിഹാൻ, അമേരിക്കൻ അംബാസഡർ, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ പറഞ്ഞ കാര്യമല്ലേ ഇത്, CIA ഇതിനായിട്ട് പണം മുടക്കിയിട്ടുണ്ടെന്ന്. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വന്ന സമയത്ത് കോൺഗ്രസ്സിലെ ചില പ്രമുഖ നേതാക്കന്മാരും പറഞ്ഞല്ലോ. തിരുവഞ്ചൂർ പറഞ്ഞില്ല, രേഖയിലുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് പേരെടുത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാ, പറഞ്ഞ ആളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. സാർ, പ്ലീസ്, ഇഫ്താറൊക്കെ ഉള്ളതാണ്. പ്ലീസ് സഹകരിക്കണം പ്ലീസ്. അല്ല, അതിനകത്ത് ഇഫ്താറിനൊക്കെ എത്തേണ്ടതുകൊണ്ടാണ്. മിനിസ്റ്റർ പ്ലീസ്. സാർ, അങ്ങ് ഇവിടെ പറഞ്ഞു വിമോചന സമരത്തിൻ്റെ ഭാഗമായി KSU ഉണ്ടായി, കേരളത്തെ തകർത്തു. കേരള വിദ്യാർത്ഥി യൂണിയൻ ഒരണാ സമരം നടത്തിയിട്ടുണ്ട്, EMSനെതിരായ സമരം ചെയ്തിട്ടുണ്ട്. സാർ, എൻ്റെ നിയോജക മണ്ഡലമായ ചന്ദനത്തോപ്പിൽ രാമനെയും സുലൈമാനെയും കശുവണ്ടി തൊഴിലാളികളെ വെടിവെച്ചു കൊന്നത് EMSന്റെ സർക്കാരാണ്. മൂന്നാറിൽ പാപ്പാമാളിനെ വെടിവെച്ചു കൊന്നത് EMSന്റെ സർക്കാരാണ്. അവിടെ അങ്കമാലിയിലെ ഫ്ലോറിയെ വെടിവെച്ചു കൊന്നത് EMSന്റെ സർക്കാരാണ്.
ഇവിടെ ഈ yes, Minister. പൂന്തുറയിലും വലിയതുറയിലും മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചുന്നത് EMS സർക്കാരാണ്. Yes, yes, ആ please, please. സർക്കാരിനെതിരെ ഉയർന്ന വിമോചന സമരത്തെ അന്നും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, ഇന്നും ഞങ്ങൾ അതിനെ Yes, Minister, please, 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 please. സാർ, വിമോചന സമരത്തെ പിന്തുണച്ചു എന്നുള്ള കാര്യം ഒന്നുകൂടെ അവരെ ഓർമ്മിപ്പിക്കാനും അവർ മറ്റുള്ളവരെ പറയാനും വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം. ഇതൊന്നും എല്ലാവരും അറിയട്ടെ. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ അവസരം ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നതിന് ആ ഗവൺമെന്റിനെ തകർക്കാൻ കൊണ്ടുവന്നാണ് ആ സമരം. കേരളത്തിലെ 35 ലക്ഷത്തോളം പേർക്ക് സ്വന്തമായി കയറി കുടികടക്കാൻ അവകാശം കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നതിന് പേരിൽ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അതുകൊണ്ടായി കേരളമായത് അത്രയും പേർക്ക്. സാറേ, പിന്നീട് വന്ന പഠനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കേരള മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? പഠിക്കാനായിട്ട് പോകാൻ ആത്മവിശ്വാസം ഉണ്ടാവുന്ന തരത്തിലേക്ക് കേരളത്തിൽ മാറ്റം ഉണ്ടായി. വലിയ സമ്പന്നർക്ക് മാത്രം പഠിക്കാൻ പറ്റുമായിരുന്ന ഒരു സ്ഥലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ ഇഷ്ടമുള്ള പോലെ ഓരോ വീട്ടിൽ കിടക്കുന്നവരെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ കഴിയുന്ന ഒരു നിയമം ഉണ്ടായിരുന്ന നാട്ടിൽ കുടികടക്കാൻ അവകാശം കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്ന ആ സർക്കാർ ഉണ്ടാക്കിയ ബാക്ക് ബോണാണ് ഇവിടെ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കി. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ശ്രീ CK ഹരീന്ദ്രൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസിനകത്തും അല്പം ഇടതുപക്ഷ പുരോഗമന സ്വഭാവം പറയാതെ നിൽക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കേരളത്തിൽ വന്നു. കോൺഗ്രസിൻ്റെ മറ്റ് സ്റ്റേറ്റിലെ കോൺഗ്രസ് പോലെയല്ല കേരളത്തിലെ കോൺഗ്രസ്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ കോൺഗ്രസും കോൺഗ്രസും ആയത്. ഇപ്പോൾ AI പിന്നെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് കണ്ടു. പക്ഷേ അന്നുണ്ടായത് എന്താ? അതിനകത്ത് തന്നെ ഈ പുരോഗമന സ്വഭാവം ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരെ അടിയന്തരാവസ്ഥക്കാലത്ത് പറയാൻ നിർബന്ധിതമായി കോൺഗ്രസിൻ്റെ വിഭാഗം. പിന്നീട് അത് മാറിയെങ്കിലും അങ്ങനെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഭരണഘടനയെ പോലും കൊണ്ടുവരേണ്ട തരത്തിലേക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കിയ മൂവ്മെൻറ്റിന് ഒരു വലിയ പങ്കുണ്ട് കേരളത്തിലെ ഒന്നാം EMS മന്ത്രിസഭയ്ക്ക്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് എന്നുള്ള കാര്യം കാണണം. അതിൻ്റെ പശ്ചാത്തലത്തില്ല സാർ. ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതിൻ്റെ ഭാഗമായിട്ട് സാർ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ സാർ ഓരോ ഘട്ടത്തിലും നമുക്കുണ്ടായ മാറ്റങ്ങൾ സാർ ഞാൻ ഗവൺമെൻറ്റുകളുടെ എല്ലാം തുടർച്ചയിൽ തന്നെയാണ് സാർ, ഒരു ഗവൺമെൻറ്റിന് മാത്രമാണെന്ന് പറഞ്ഞില്ല. 2011-12 നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം 97,912 സാർ. കേരളം പുറകോട്ട് പോവാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി നാശമായി. ഇവിടെ മൊത്തം കുഴപ്പമാണെന്നാണല്ലോ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. സാർ, 1,35,000 കോടി രൂപ, 1,35,000 ചില്ലാനും രൂപയായിരുന്നു അന്നത്തെ പ്രതിശീർഷ വരുമാനം. സാർ, ഇതിപ്പോൾ 2,79,751 രൂപയാണ് 23-24 ഒരാളുടെ വരുമാനം കേരളത്തിൽ, പ്രതിശീർഷ വരുമാനം. അങ്ങ് ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് നാശമായിട്ടില്ല. നാശമാണ് ഈ വർധനം ഉണ്ടാവില്ല. സാർ, GSDPയുടെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ് സാർ. 2012-13 നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ, ഞാൻ 12-13 നമ്മൾ 1970-കളിൽ നോക്കുമ്പോൾ വലിയ കുതിച്ചാട്ടമാണ്. 2011-12 തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ 3,64,000 നിന്നും 11,39,000 കോടിയിലേക്ക് കേരളത്തിൻ്റെ GSDP വന്നു. സാർ, ആ വർധന നമുക്കുണ്ട്. കേരളത്തിൽ നമുക്കെല്ലാം കൂടി അവകാശപ്പെട്ടതാണ്. കേരളമാകെ നാശമായി പോയി എന്ന് പറയരുത്. ഞാൻ നേരത്തെ ഈ സഭയിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 100 വർഷമാവുകയാണ് ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ മഹാനായ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ട ആ സന്ദർശനത്തിന്. അന്നത്തെ സ്ഥിതിയല്ല ഈ കേരളത്തിൽ ഈ മാറ്റം ഉണ്ടായതിന് ഈ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനവും അതിൻ്റെ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ കാരണമാണ് ഇന്നിറങ്ങിയ ഇന്ത്യ ടുഡേ റിപ്പോർട്ടിലും നമ്മുടെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഡെവലപ്മെൻറ്റ് പറയുന്നത്. സാർ, ഞങ്ങൾ പറയുന്നു ഒരു മധ്യവരുമാന ലോകരാഷ്ട്രങ്ങളുടെ വരുമാനത്തിലേക്ക് കേരളത്തെ ആകെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തൊഴിലാളിക്ക്, സാർ ഇവിടെ പറഞ്ഞല്ലോ ആശുപത്രിയുടെ കാര്യമൊക്കെ രാവിലെ പറഞ്ഞു, അതുണ്ടോ ഇതുണ്ടോ? ആശുപത്രി സ്റ്റെൻ്റ് ഉണ്ടോ? ശരിയാണ്, സ്റ്റെൻറ്റിനകത്ത് ചിലപ്പോൾ കുറവ് വരും. പാരാസിറ്റമോൾ കിട്ടാത്ത, നിങ്ങളുടെ സമയത്ത് മരുന്ന് കിട്ടാത്ത പരാതിയല്ല ഇപ്പോൾ. എല്ലാ ആശുപത്രിയിലും സ്റ്റെൻറ്റും സൗജന്യമായി 52 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി കിട്ടുന്ന കാരുണ്യ പദ്ധതി നടപ്പിലാക്കിയതാണ് സാർ. 300 കോടി രൂപ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അനുവദിച്ചു സാർ. അപ്പോൾ കാരുണ്യ പദ്ധതി ബഡ്ജറ്റ് വെച്ചതിനകത്ത് KMSCL-ആയാലും മരുന്ന് മേടിക്കുന്ന കമ്പനി ആയാലും കാരുണ്യ പദ്ധതി ആയാലും എല്ലാം കൊടുക്കും. ഇവിടെ പറഞ്ഞല്ലോ കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയെ പറ്റി. സാർ, ഇവിടെ ജില്ലാ ആശുപത്രിയിലാണ്. താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാവിലെ ഇവിടെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്നു. സാർ, കേരളത്തിലെ ഇന്ത്യയിലെ ഒരൊറ്റ സംസ്ഥാനമില്ല, മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഇതാണ്. ഈ വർഷം നടപ്പാക്കാൻ പോവാണ്. ചെലവ് വരുന്ന കാര്യമാണ് സാർ. ഇതൊക്കെ നടപ്പിലാക്കുന്നതാണ്. ഇവിടെ കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമായ ആളുകളുടെ പ്രശ്നം ഇപ്പോൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ്. ആ ബില്ല് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. സാർ, പ്രായമായവരുടെ ജനസംഖ്യ കൂടുന്നു, ചെറുപ്പക്കാരുടെ എണ്ണം കുറയുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്. ഞാൻ ആ സമയം നോക്കുന്നുണ്ട് സാർ. സാർ, ഇവിടെ നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. 6 ലക്ഷം പേര് 1ാം ക്ലാസ്സിൽ ചേർന്നുകൊണ്ടിരുന്ന കേരളത്തിൽ
3 ലക്ഷം പേര് താഴെ ഈ പ്രാവശ്യം 1-ാം ക്ലാസ്സിൽ ചേരാനുള്ളൂ. ജനസംഖ്യ നിയന്ത്രിതമാണ്. ഭാവിയിൽ ഇതിനെയൊക്കെ എങ്ങനെ റിസ്ട്രക്ചർ ചെയ്യും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഏത് ഗവൺമെൻറ് ആയാലും ചർച്ച ചെയ്യേണ്ടതല്ലേ. അപ്പോൾ പ്രായമുള്ളവരുടെ ഇവിടെ കേരളത്തിലല്ല സാധാരണ പോലെയുള്ളോ ആരോഗ്യം? സാധാരണ പോലെ ആരോഗ്യമാണ്. ജനിച്ചാൽ അതുപോലെ അങ്ങ് വളരുമോ? അങ്ങനെ ഒരു ആരോഗ്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യമുണ്ട്. സാർ, ഇവിടുത്തെ ഏത് പദ്ധതിയും ആശാ വർക്കേഴ്സിന് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെയും ആനുകൂല്യത്തിൻ്റെയും കേരളത്തിലെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. മറ്റു സ്ഥലത്തില്ല. ഈ ഗവൺമെൻറ് വന്നിട്ട് 2000 രൂപ വർദ്ധിപ്പിച്ചു. ഓരോ സമയത്തും വർദ്ധിപ്പിച്ചു. ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിച്ച് പറഞ്ഞല്ലോ, അങ്ങ് സാധാരണ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയായിട്ട് ചില കണക്കുകളൊക്കെ എന്ന് പറയുന്നത് കേട്ടു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ UDF-ൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളത് പണം കൂടുതൽ കൊടുത്തില്ല എന്നുള്ള സത്യമാണ്. ഞങ്ങൾ ശമ്പളം കൂട്ടി കൊടുത്തില്ലെങ്കിലും ആശാവർക്കർമാർക്ക് നല്ല റെസ്പെക്റ്റ് കൊടുത്തിരുന്നു എന്നാണ്. റെസ്പെക്റ്റേ കൊടുത്തുള്ളൂ. കൊടുത്തെങ്കിൽ അത് അദ്ദേഹം തുറന്നു പറഞ്ഞു നന്നായിട്ടാണ്. ഏതായാലും ചായക്കടയിൽ പോയിട്ട് ഭക്ഷണം മേടിക്കാൻ പോകുമ്പോൾ 1 കിലോ അരി മേടിക്കാൻ പോകുമ്പോൾ 100 റെസ്പെക്റ്റ് കൊടുത്താൽ കിട്ടൂല. നിങ്ങൾ 1000 രൂപ കൊടുത്തു, ബാക്കി റെസ്പെക്റ്റ് കൊടുത്തു. പക്ഷേ അവർക്ക് 7000 രൂപ കൊടുത്തത്, അധികം കൊടുത്തതും 13,500 രൂപ ആക്കി കൊടുത്തതും ഈ ഗവൺമെൻറ്റാണ്. റെസ്പെക്റ്റ് മാത്രമല്ല, റെസ്പെക്റ്റും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങളിത് കൊടുക്കുന്നത്. സാർ, പണം കൊടുക്കുകയും ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ പറഞ്ഞ ഓരോ വിഭാഗമാണ്. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്ന വരുമാനം, അർഹമായ വരുമാനം കിട്ടുവാണെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊടുക്കാം. മുഴുവൻ പണവും അവിടെ പിടിച്ചു വെച്ചിരിക്കുക, പണം ഇങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെ സമയത്ത് ഇത്തരം ഒരു കാര്യങ്ങളിൽ ഇതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്, ഞങ്ങളുടെ സ്വതന്ത്ര പരമാധികാര ഗവൺമെൻറ് അല്ലല്ലോ കേരളം നമ്മളാരും. അവിടെ കേന്ദ്ര ഗവൺമെൻറ് ആദ്യം പറഞ്ഞു പണം കൊടുക്കുമെന്ന്, പിന്നെ പറഞ്ഞു കൊടുക്കില്ല എന്ന്. ഈ ഒരു കാര്യം നമുക്ക് പറയണം. ഇത് ഞങ്ങളിവിടെ പറഞ്ഞത് ഇവിടുത്തെ മഴവിൽ സഖ്യത്തിനെ പറ്റി ഇവിടെ സംസാരിച്ച് പറഞ്ഞു. ബംഗാളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്തപ്പോൾ വലിയൊരു മുന്നണി ഉണ്ടായിരുന്നു. അതിനകത്ത് കോൺഗ്രസും ഉണ്ടായിരുന്നു, തൃണമൂൽ കോൺഗ്രസും ഉണ്ടായിരുന്നു, മറ്റീ പറഞ്ഞ പല വിവിധ അവിടുത്തെ SUCI ഉണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു, നക്സലൈറ്റുകൾ ഉണ്ടായിരുന്നു. സാർ, ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ട്രംപിൻ്റെയും ട്രംപിസത്തിൻ്റെയും കാര്യം പറഞ്ഞ വെറുതെ അല്ല. ഇന്ത്യയിൽ എവിടെയും ശമ്പളവും വേണ്ട, ജോലിക്കാരും വേണ്ട, AI ടെക്നോളജി ഉപയോഗിച്ച് ഒരിടത്ത് ആളെ നിയമിക്കേണ്ട എന്ന് പറയുന്ന ഇക്കണോമിക് പോളിസി നടപ്പിലാക്കാനിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് അവർക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അവരുടെ പ്രവർത്തനത്തിന്. ഇവിടെ ഇത്തരം കാര്യങ്ങൾ അവരെ ന്യായീകരിച്ചാൽ കേരളത്തിന് കിട്ടാനുള്ളത് മേടിക്കാൻ വേണ്ടിയുള്ളത് വേണം. അതുകൊണ്ട് സാർ, ഇവിടുത്തെ ആശാ വർക്കേഴ്സ് ഉൾപ്പെടെ മറ്റ് NHM വർക്കേഴ്സ് ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങേയറ്റം ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ്റാണിത്. പക്ഷേ കേന്ദ്രം എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി പകുതി കിട്ടു പോകുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞത്. ഇവിടെ സാർ, ഈ എങ്ങനെയാണ് ഞങ്ങൾ 3-ാം തവണയും വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്? ഞങ്ങൾ 3-ാം തവണയും വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്ന അമിതമായ മേന്മയടിച്ച് പറഞ്ഞല്ല, ഇവിടെ ഞങ്ങൾ പറഞ്ഞല്ല, നിങ്ങളുടെ ഇൻറ്റേർണലായിട്ടുള്ള സ്റ്റഡീസിൻ്റെ ഭാഗമായി വന്ന പത്രത്തിൽ വന്നതാണ്. എനിക്കറിഞ്ഞുകൂടാ. 3-ാം തവണയും തോൽക്കും, കോൺഗ്രസിൻ്റെ പ്രതീക്ഷ കാറ്റിൽ പറത്തി കനകഗുരുവിൻ്റെ സർവേ. സാർ നിങ്ങളെ മലയാളം വാരികയുടെ ഫ്രണ്ട് പേജ് കവർ പേജാ. 3-ാം തവണയും തോൽക്കും, കോൺഗ്രസിൻ്റെ പ്രതീക്ഷ കാറ്റിൽ പറത്തി കനകഗോലുവിൻ്റെ സർവേ. അതിനകത്ത് ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ട്, ശ്രീ K. സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, MM ഹസനുണ്ട്. ഞാനിത് വെറുതെ പറഞ്ഞല്ലെന്ന്. ഇത് ദേശാഭിമാനി അല്ലത് സാർ, ഇത് മലയാളം വാരികയാണ് സാർ. ഞാൻ ടേബിളിൽ വെക്കാം. അങ്ങനെ ഈ സർക്കാരിനെ കുറിച്ച് ഏതെല്ലാം മാധ്യമങ്ങളിൽ വരുന്നു അതെല്ലാം എടുത്ത് ആധികാരികമായിട്ട് ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ഒരു സർവേയും നടത്തിയിട്ടില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ആ സർവേ ഉണ്ടെങ്കിൽ ഒന്ന് തന്നാൽ. ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങളൊന്ന് വായിക്കാതെ ഞങ്ങളെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യ ടുഡേയുടെ സർവേ ഉണ്ട്, 110 സീറ്റ് UDF-ന് കിട്ടും എന്നുള്ളത്. ഇന്ത്യ ടുഡേ 110 സീറ്റാ UDF-ന്. സാർ, പിന്നെ അങ്ങ് കേട്ടല്ലോ, കനകോലുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധവും ഇല്ല, ഇങ്ങനൊരു കാര്യവും ഇല്ലെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. പത്രങ്ങൾ വന്നതാണ്. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഈ വന്ന വാർത്ത ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലേക്ക് എല്ലാവരെയും വിളിപ്പിച്ചു, പുനഃസംഘടനാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കേട്ടതാണ്. ഞങ്ങൾ ഇവരുടെ പടമൊന്നും കണ്ടിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട 2 പത്രങ്ങളുടെ, ഒന്ന് മലയാളം വാരികയുടെ ഫ്രണ്ട് പേജ്, മറ്റൊന്ന് പത്രങ്ങൾ നിങ്ങൾ വായിക്കും. ഒന്ന് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നില്ലേ? ആ പറഞ്ഞല്ലേ ശരിയാണോ? മനോരമയുടെ എഡിറ്റോറിയൽ മറ്റു പത്രത്തിൻ്റെ വായിക്കുന്നില്ലേ? ഇപ്പോൾ ഇത് വന്നത് ഞങ്ങളാരും അല്ല സാർ. ഈ 3-ാം തവണ ഞങ്ങളിങ്ങനെ ഊണിന് കൈയും കഴുകിയിട്ട് ഇരിക്കുമല്ല. നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലെ സാർ, ഞങ്ങൾ ഈ റിപ്പോർട്ടിലൊന്നുമില്ല, ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം കൊണ്ടാണ്. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ വലിയ വിജയമായിരുന്നു നേരത്തെ സിദ്ദിഖ് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ സാർ. എന്ത് കാര്യമാണ് ഈ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം? നമ്മുടെ നാട്ടിൽ പണ്ടൊരു കേസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കേസ് നടത്തിയിട്ട് അളിയന്മാർ തമ്മിലാണ്. ഒരളിയനോട് ചോദിച്ചു, അല്ല കേസ് ജയിച്ചോ? ആ കേസ് ജയിച്ചു, പക്ഷെ
പ്ലാവ് അളിയൻ കൊണ്ടുപോയി, മറ്റേ അളിയൻ. 17 സീറ്റും ആകെ 30 സീറ്റുള്ളതിനകത്ത് 17 സീറ്റ് LDF, 12 സീറ്റ് UDF, ഒരെണ്ണം നിങ്ങളുടെ മുന്നണിയായിട്ടുള്ള SDPI. എറണാകുളത്തെ ആ സീറ്റ് സാർ, ഇതൊരു ധനകാര്യ മന്ത്രിയിൽ നിന്നും ഇത്ര ഇറസ്പോൺസിബിളായ സ്റ്റേറ്റ്മെന്റ് ഒരു ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ മുന്നണിയിൽ SDPI ഉണ്ടോ? അങ്ങ് പറയാം പരിശോധിക്കാം. സാർ, ഇത് രേഖയിൽ നീക്കം ചെയ്യണം. മിനിസ്റ്റർ പരിശോധിക്കാം. സമയം ഞാൻ ധനകാര്യമന്ത്രിയിൽ നിന്ന് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ആരും പറയാതിരിക്കണം. അപ്പുറത്തും പൊളിറ്റിക്സ് പറയാതിരിക്കണം. പൊളിറ്റിക്സ് പറഞ്ഞാൽ പൊളിറ്റിക്സ് മറുപടി പറയേണ്ടി വരുമല്ലോ. സാർ, ഈ കാര്യത്തിനകത്ത് ഫാക്ട് പറയാം. സാർ, അന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത കോൺഗ്രസ് നേരത്തെ ജയിച്ച സ്ഥലത്ത് കോൺഗ്രസിന് ഓട്ടം ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഓട്ടം ഉണ്ടായിരുന്നില്ല. ആ വോട്ടുകൂടെ SDPIക്ക് പോയി എന്ന് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അന്ന് വന്ന വാർത്ത അനുസരിച്ച് പറഞ്ഞു. ആ പത്രവാർത്ത ഞാൻ കാണിച്ചു തരാം. ആ പത്രവാർത്ത ആ ജില്ലയുടെ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അവിടെ സീറ്റ് അവർക്ക് അറിയാമല്ലോ. എറണാകുളം. സാർ, എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന വാർത്തയാണ് സാർ. എറണാകുളം ജില്ലയിലെ ഒരു സീറ്റ് വന്നതാണ്. ഘടകകക്ഷി എന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും സീറ്റ് അങ്ങനെ പോയി എന്ന് കണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. സാർ, അടുത്ത ദിവസം നാളെ തന്നെ ആ സീറ്റിന്റെ ഡീറ്റെയിൽസ് വാർത്ത ഇവിടെ തരാം സാർ. നാളെ അങ്ങയുടെ മുന്നിൽ അത് സബ്മിറ്റ് ചെയ്യാം. വന്ന വാർത്ത ഇങ്ങനെ, പിന്നെ അവർക്ക് സീറ്റിന്റെ അവരുടെ വോട്ടെല്ലാം പോയി എന്നുള്ളത് വന്നതാണ്. സാർ, ഞാൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞോ. ബഹുമാനോട് മിനിസ്റ്റർ അങ്ങ് മറുപടി പറഞ്ഞോ. സാർ, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് LDFന് 17 സീറ്റ്, UDFന് 12. അതും പത്രക്കട്ടിങ്ങാ സാർ. അപ്പോൾ സാർ, ഞാൻ പറഞ്ഞത് ഈ കേരളത്തിനകത്ത് ജനങ്ങൾ ഇവിടെ ഈ ഇടതുപക്ഷം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞാനിവിടെ പറഞ്ഞല്ലോ സാർ, ചെലവിൻ്റെ കാര്യത്തിനകത്ത് CNDG പറഞ്ഞ കണക്കനുസരിച്ച് കേരളത്തിൽ ചെലവ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വരുമാനവും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വർദ്ധിച്ചു എന്നുള്ള കണക്ക് ഇവിടെ പറഞ്ഞതാണ്. അത് ഞാൻ ആ കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു സാർ. സാർ ഈ അതല്ല ഒരുപാട് ഞാൻ ഇതിൻ്റെ പിന്നെ ധനകാര്യമന്ത്രി പറയേണ്ട ഉത്തരവാദിത്തമുള്ള കാര്യം മാത്രം, രാഷ്ട്രീയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. ഞാൻ ഈ കണക്ക് മാത്രം പറയാം സാർ. നേരത്തെ രാഷ്ട്രീയം പറയുമ്പോൾ മറുപടി പറയേണ്ടി വരും. ഇതെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും മറുപടി പറയരുതെന്ന് പറഞ്ഞാൽ പറ്റില്ല സാർ. നമ്മുടെ ഈ ബജറ്റിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞ രേഖകളിലുള്ള കണക്കുകൾ തന്നെ സാർ, നമ്മൾ കേരളത്തിലൊന്നും നടക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലൊക്കെയുള്ള ആളുകൾ ഉൾപ്പെടെ പറയുമ്പോൾ എന്താ നടന്നത്, കഴിഞ്ഞ 9 വർഷം എന്തായെന്ന് ചോദിച്ചു. എന്താ സാർ ഈ ഞങ്ങൾ 9 വർഷം മുമ്പ് പറയുന്ന കണക്കെല്ലാം ഞാൻ എടുക്കുന്നില്ല. ഞങ്ങൾ 2021-22 കോവിഡിൻ്റെ പീരീഡ് കഴിഞ്ഞ ആ സമയത്താണ് സാർ, കോവിഡിൻ്റെ വളരെ രൂക്ഷമായ ഒരു സമയത്താണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്, രണ്ടാം ഗവൺമെൻറ്. അതിനു മുമ്പുള്ള കണക്കുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാർ. 47,660 കോടി രൂപയായിരുന്നു സാർ അന്ന് നമ്മുടെ തനത് നികുതി വരുമാനം. അത് 81,000 കോടിയിലേക്ക് വർദ്ധിച്ചു സാർ. വർഷം 15.8% വീതം ടാക്സ് വർദ്ധിക്കുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ് സാർ. 2025-26 സാമ്പത്തിക വർഷം നമ്മൾ ലക്ഷ്യമിടുന്നത് 91,515 കോടി എത്തണമെന്നാണ് സാർ. തനത് നികുതിയേതര വരുമാനം 2020-21 54,958 കോടി രൂപയായിരുന്നു സാർ. അത് 24-25 ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,03,240 കോടിയാണ് സാർ. അടുത്ത വർഷം അത് 1,10,10,660 കോടിയായി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു വർഷം 17.4% വർധനയാണ് സാർ പ്രതീക്ഷിക്കുന്നത് സാർ. സർക്കാരിൻ്റെ റവന്യൂ കമ്മി ഇവിടെ അങ്ങ് കടം കയറി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ സാർ ഒരു കാര്യം 100% ആവർത്തിച്ച് പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കുമെന്നുള്ള ഗീബൽസ്യൻ തന്ത്രമാണ് നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, ഞങ്ങൾക്കറിയാം. അത് വീണ്ടും നിങ്ങളത് പറയും. എന്നാലും സാർ, സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി 2020-21 2.25% നിന്നും 2023-24 അത് 1.58% കുറഞ്ഞു സാർ. ധനക്കമ്മി ഈ കാലയളവിൽ 4.04% നിന്നും 2.9% കുറഞ്ഞു സാർ. GSTPയും കടവുമായിട്ടുള്ള കണക്ക് വെച്ചിട്ട് നേരത്തെ ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഞാൻ നോട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് 2021-22 35.92% സാർ. അതിനേക്കാളും കൂടുതലുമായിരുന്നു കോവിഡ് സമയത്ത് സാർ. അത് 23-24 34.2% കുറഞ്ഞു സാർ. നമ്മുടെ പിന്നെ റവന്യൂ ഡെഫിസിറ്റിൻ്റെ കാര്യത്തിലും ഈ കുറവ് വന്നിട്ടുണ്ട് സാർ. അത്
21, 22 2.25, 23, 24 1.5 റവന്യൂ കമ്മിയെങ്കിൽ ധനക്കമ്മി 4.04% സാർ. അത് 2.9% കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന ആ ശതമാനത്തിനേക്കാൾ ഒരു ഘട്ടത്തിൽ 3% താഴെ വന്നു സാർ. സാർ 16-17 വരുമാനത്തിൻ്റെ കാര്യം കൂടി നോക്കണം സാർ. അതാണ് സാർ നമ്മൾ ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട കാര്യം. സാർ 2016-17 റവന്യൂ വരുമാനം 75,612 കോടിയിൽ നിന്നും അതിനകത്ത് കേന്ദ്രത്തിൻ്റെ വിഹിതം 75,612 കോടിയിൽ 23,735 കോടി രൂപ കേന്ദ്ര വിഹിതമായിരുന്നു സാർ. 32% അന്ന് കേന്ദ്ര വിഹിതമായിരുന്നു റവന്യൂ വരുമാനത്തിൽ. 2021 അത് 44% വർദ്ധിച്ചു. സാർ ഒന്ന് നോക്കേണ്ട കാര്യമാണ്. 2021 കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 44% കേന്ദ്ര വിഹിതമായിരുന്നു കോവിഡ് സമയത്ത് പ്രത്യേകം അധികം തന്നത്. സാർ 21-22 അത് 47,837 എന്ന നിലയിൽ 41%. സാർ 22-23 അത് 36% കുറഞ്ഞു. GST കോമ്പൻസേഷൻ എല്ലാം ചേർത്താൽ കോമ്പൻസേഷൻ എല്ലാം അവരുടെ കണക്കനുസരിച്ചിട്ടാണല്ലോ സാർ. സാർ സ്റ്റേറ്റിൻ്റെ റവന്യൂ വരുമാനവും ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാക്കിയ ഒരു കാൽക്കുലേഷൻ പോയിന്റ് കൊണ്ട് കേരളത്തിന് ആ വരുമാനം വർദ്ധിച്ചു വരുമെന്നുള്ളതുകൊണ്ടാണല്ലോ കോമ്പൻസേഷൻ ആ സമയത്ത് നിർത്തുന്നത് സാർ. അത് 48,230 കോടിയായിട്ട് വന്നു വെച്ചാൽ 36%. സാർ എന്നാൽ 2023-24 അത് 33,811 കോടിയായി, 27% ചുരുങ്ങി. സാർ 2024-25 33,397 കോടി രൂപയായി എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനത്തിൻ്റെ 25% മാത്രം. സാർ 2020-21 അപേക്ഷിച്ച് 20% കുറവുണ്ടായി. സാർ ആരായിക്കോട്ടെ, LDF ഇപ്പുറത്തിരുന്നോട്ടെ, UDF ഇരുന്നോട്ടെ, കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 20% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കൃത്യമായ കണക്കുകളില്ല സാർ. അങ്ങനെ കുറയാൻ പാടുണ്ടോ? വേറൊരു സ്റ്റേറ്റിനും അങ്ങനെ കുറഞ്ഞിട്ടില്ല സാർ. വേറൊരു സ്റ്റേറ്റിനും ഇങ്ങനെ കുറഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ആ ഗ്രാൻറ്റിനകത്ത് വെട്ടിക്കുറച്ച് ഇത്രയും വലിയ വെട്ടിക്കുറവ് വന്നു സാർ. നേരത്തെ നമ്മൾ പരാമർശിച്ച ഹിമാചൽ പ്രദേശിനും തെലുങ്കാനയ്ക്കും ഇങ്ങനെ കുറഞ്ഞിട്ടില്ല സാർ. ആ ഒരു കുറവ് വന്നിട്ട് അപ്പം നമ്മളിതിനകത്ത് A or B എന്നല്ലല്ലോ സാർ, കേരളത്തിലെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ സാർ. സാർ ഇനി പൊതുവിപണി എന്നുള്ള കടമെടുപ്പിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ് സാർ. നമുക്ക് 21-22 നമ്മൾ പ്രതീക്ഷിച്ചത് 30,698 കോടിയാണെങ്കിൽ 18,120 കോടി രൂപയ്ക്ക് അനുവാദം കിട്ടിയുള്ളൂ സാർ. 22-23 23,918 കോടിയാണ്, 14 കോടി നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും 15,620 കോടി അനുവദിച്ചുള്ളൂ സാർ. സാർ 23-24 29,838 കോടി എന്നുള്ളതിനകത്ത് 26,638 കോടി. ഏത് സമയത്തും നമ്മളെ ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്ന അനുഭവമാണ് സാർ ഈ സമയങ്ങളിൽ കണ്ടത്. അവിടെയാണ് സാർ നമ്മളിത് ആദ്യമായിട്ട് 2,00,000 കോടിയിലേക്ക് നമ്മുടെ ചെലവും വരുമാനവും വർദ്ധിക്കുന്നത് സാർ. സാർ നമ്മുടെ ഈ ചെലവ് ഇവിടെ പറയുന്നല്ലോ, വലിയ ആശങ്ക ഇങ്ങനെ പറഞ്ഞ് വിടുകയാണ്. ഇവിടെയില്ല, റേഷനില്ല, റോഡില്ല, പാലമില്ല. ആകെ കേരളത്തിലുള്ളത് റോഡ് മാത്രമേ ഉള്ളൂ. അത് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ന്യായം പറഞ്ഞു റോഡ്. സാർ അങ്ങയുടെ നാട്ടിൽ അങ്ങേപ്പോലെ ഞാൻ ഇത്രയും വളരെ സീനിയറായ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, ഡെപ്യൂട്ടി, ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല അങ്ങേപ്പോലുള്ള ആളുകൾ. പക്ഷേ അങ്ങയുടെ നാട്ടിൽ ഈ കാര്യം ഒക്കെ എങ്ങനെയാണെന്ന് അങ്ങ് കാണുന്നില്ലേ? അവിടെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർ വിശ്വസിക്കുമോ? ഇപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിലോ പരവൂർ മണ്ഡലത്തിലോ അല്ലെങ്കിൽ പറവൂർ മണ്ഡലത്തിലോ മറ്റു മണ്ഡലങ്ങളിലോ ഇപ്പോൾ ഓരോ മണ്ഡലം എടുത്തോ അവിടെ ഒന്നും ഒരു വികസനം ഇല്ലേ സാർ? ഈ 1,17,000-15,000 ചില്ലാനും കോടിയായിരുന്നു സാർ ഒരു വർഷം ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു വർഷം ശരാശരി ചിലവായിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 1,64,000 കോടിയായി സാർ. ഈ വർഷം അത് 1,70,000 ആവും. അടുത്ത വർഷം വരുമ്പം അടുത്ത വർഷത്തെ ചിലവ് മാത്രം ഈ വർഷം 1,78,000 ഈ വർഷം മാത്രമാവും. ശരാശരി വരുമ്പോൾ 1,70,000 ആവും. അടുത്ത വർഷം ഞങ്ങളത് 2 ലക്ഷം കോടിയാണ് സാർ പ്രതീക്ഷിക്കുന്നത്. 2.25 ലക്ഷം കോടിയിലധികം ചിലവാകേണ്ടതായിരുന്നു നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയിരുന്നെങ്കിൽ. അവിടെയാണ് സാർ ഇത് ചെയ്യുന്നത്. സാർ അതൊരു ചെറിയ കാര്യമല്ല. കേരളത്തെ ഞങ്ങൾ അഗാധ ഗർത്തത്തിലിട്ടിട്ടല്ല പോയെ. ഞങ്ങൾ കേരളത്തെ ഓരോ സമയത്തും മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം എടുത്ത്. അതുകൊണ്ട് തന്നെയാണ് സാർ ഈ കാര്യത്തിനകത്ത് ഇവിടുത്തെ എയ്ഡഡ് സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിലും പൊതുസ്ഥാപനങ്ങളിലും എല്ലാമുള്ള നിയമനം തന്നെ ഇന്ത്യയിലെ ആകെ നിയമനത്തിൻ്റെ 65% PSC വഴിയുള്ളത് കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ സാർ കേരളത്തിൽ നടക്കുന്നുണ്ടാണ്. ഇവിടെ ഇന്ന് പറഞ്ഞു സാധാരണ ഒരു പരാമർശം വന്നു, ഈ ക്ലാസ് 4 ജീവനക്കാരുടെ എല്ലാം കരാറാക്കുമെന്നൊരു പരാമർശം ഇവിടെ പറഞ്ഞില്ല. ആ തീരുമാനം ഇല്ല, അത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തീരുമാനമൊന്നുമില്ല. അതോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അങ്ങനെ തീരുമാനം ഇല്ല. ഇടയ്ക്കൊരു ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ തീരുമാനമില്ല. അപ്പോൾ ഈ തരത്തിൽ PSC വഴി ആളുകളെ എടുക്കുന്നതായാലും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ നിയമനം നടക്കുന്നൊരു സ്ഥലമില്ല സാർ. ഇന്ത്യൻ റെയിൽവേയുടെ ഈ ലോക്കോ പൈലറ്റുമാരുടെ ആകെയുള്ള വേക്കൻസി പകുതി എടുത്താൽ മതി എന്ന് കഴിഞ്ഞ ദിവസം തീരുമാനം വന്നത് കണ്ടില്ലേ? എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓടിക്കുന്നതിന് ആളെ എടുക്കുന്നില്ല എന്ന്. ഇപ്പം തന്നെ ആളില്ല സാർ. അവിടെയാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത് സാർ. ഈ മുൻ സർക്കാരിൻ്റെ കാലത്ത്, തൊട്ടുമുമ്പത്തെ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് അതിനേക്കാളും കൂടുതൽ ചിലവാക്കി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ.
എന്നാൽ കുറച്ച് കാര്യങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. നമ്മളെല്ലാ കാര്യങ്ങളും അധികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാർ, ശമ്പള പരിഷ്കരണം കോവിഡ് സമയത്ത് ആകെ ഇവിടെ നടപ്പിലാക്കിയുള്ളൂ. 20,000 കോടി അധികം ബാധ്യതയാണ്. അതിനകത്ത് കുറച്ച് ബാധ്യത വന്നിട്ടുണ്ട്. ഇത് തീർത്തിട്ട് ഞാനിപ്പോൾ തീർക്കാം സാർ. മുൻ പരിഷ്കരണത്തെ പറ്റി പറഞ്ഞു. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കാനുള്ള കമ്മീഷൻ വെക്കാനുള്ള സമയം തന്നെ കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. കോവിഡിന്റെ കാലത്തെ ശമ്പള പരിഷ്കരണത്തെ പറ്റി പറഞ്ഞു. ഇപ്പോഴത്തേക്ക് അങ്ങ് എന്താ പറയാത്തത്? എന്ന് ശമ്പള കമ്മീഷൻ വെക്കുമെന്ന് നിർത്തുകയാണ് സാർ. തൊട്ട് മുമ്പത്തെ കാര്യങ്ങൾ, അന്നത്തെ ശമ്പള പരിഷ്കരണം തന്നെ കോവിഡ് സമയത്ത് നമ്മൾ നടപ്പിലാക്കിയതാണ്. ഇപ്പോഴത്തെ കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ട് അതിനെപ്പറ്റി ഒരു കാര്യവും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നിയമസഭ പറഞ്ഞാണല്ലോ, രഹസ്യമായി വെച്ചേക്കുന്ന കാര്യമല്ലല്ലോ. നേരത്തെ ഈ ബുദ്ധിമുട്ടുണ്ടെന്നും ഇപ്പോൾ അല്പം ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഈ DA എല്ലാം കൊടുക്കും. ഈ 1-ാം തീയതി തൊട്ട് കൊടുക്കുന്നതും ഈ 2 മാസത്തെ 4 ഗഡുവായിട്ട് കൊടുക്കേണ്ട പിന്നെ സർക്കാരിൻ്റെ ശമ്പള പരിഷ്കരണത്തിൻ്റെ 2 ഗഡു ഇപ്പോൾ കൊടുത്തതും ഒക്കെ ഈ സർക്കാർ തന്നെയാണല്ലോ. ഞങ്ങളൊന്നും കൊടുക്കാതെ ഓടിപ്പോവല്ല. ഇതുവരെ തെലുങ്കാന ശമ്പളം കൊടുത്തിട്ടില്ല. തെലുങ്കാന പോലെ സ്ഥലത്ത് ഈ മാസം അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകാതെ ഇത് പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും ചെലവ് വർദ്ധിപ്പിച്ച് തന്നെയാണ് പോകുന്നത്. സാർ, ഇതിനകത്ത് ഇവിടെ പറഞ്ഞ മരുന്നിൻ്റെയും മറ്റു കാര്യങ്ങൾക്കൊക്കെ സാർ, ഇവിടെ നേരത്തെ രാവിലെ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി പറഞ്ഞല്ലോ സാർ, 300 കോടി 400 കോടി ബഡ്ജറ്റിനേക്കാളും എക്സ്ട്രാ ആണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത്. എന്നാലും കോവിഡ് സമയത്ത് ഉൾപ്പെടെ വലിയ ബാധ്യത വന്നതിൻ്റെ ഭാഗമായി അതെല്ലാം കൊടുത്തു തീർക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളും കുറച്ചുണ്ടാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് സാർ, ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും പണ്ടുള്ള പ്രതീക്ഷയല്ല ആളുകൾക്ക്, വലിയ പ്രതീക്ഷയാണ് സാർ. ഏകദേശം 30-40 ലക്ഷം പേര് ഒരു വർഷം ചികിത്സയ്ക്ക് പോവുക. ഓപ്പറേഷനുകൾ തന്നെ നടക്കുന്നുണ്ട്. മേജർ ഹാർട്ട് ഓപ്പറേഷൻ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് നടക്കുകയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റാണ് സാർ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉപനേതാവ് പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നതിന് കണക്ക് കൂട്ടുന്നത്? ശബരിമലയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പശ്ചാത്തലം പോലൊന്നും അല്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തെ പ്രാവശ്യവും ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാ സീറ്റും നല്ലതുപോലെ ഒരു സീറ്റൊക്കെ സീറ്റൊക്കെ വെച്ച് പരാജയപ്പെട്ടില്ലേ? ഈ പ്രാവശ്യം ഒരു സീറ്റേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് പ്രതിപക്ഷം മനപ്പായസം കൊണ്ടിരിക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങൾക്കറിയാം സാർ, ആത്മാർത്ഥതയുള്ള കാര്യമാണ്. ഞങ്ങളൊന്നും ആരുടെയും വ്യക്തിത്വത്തെയും ആരുടെയും ആത്മാർത്ഥതയും അങ്ങോട്ടും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മനസ്സിലല്ല ഉണ്ട്. ഇത്രയും ചെയ്യുന്നൊരു സർക്കാരാണ്, പറഞ്ഞ കാര്യം ചെയ്യും. അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ മന്ത്രിമാരും നമ്മുടെ ഗവൺമെൻറ്റും MLA-മാരും പഞ്ചായത്ത് മെമ്പർമാരും സാധാരണ നാട്ടിലെ ഇടതുപക്ഷ പ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് സാർ ഇക്കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് ഞങ്ങൾ നാഷണൽ ഹൈവേ, ഗഡ്കരിയുടെ നാഷണൽ ഹൈവേ വന്നു. എന്താ പിന്നെ ഗഡ്കരിയുടെ നാഷണൽ ഹൈവേ നിങ്ങൾ ചെയ്യാഞ്ഞേ? ഇത് പൂട്ടിക്കെട്ടി 30 മീറ്റർ ഉള്ളതെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോയതാണല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് രേഖയുണ്ടല്ലോ. അന്ന് സർവകക്ഷി യോഗം വിളിക്കുന്ന സമയത്ത് അവിടെ 45 മീറ്റർ ആവാമെന്ന് പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാ. ഞങ്ങൾ ഇടതുപക്ഷമാണ്. എന്നാ പിന്നെ എന്താ നിങ്ങൾ അന്നെന്താ ഇത്? നിങ്ങളെല്ലാം മന്ത്രിമാരായിരുന്നല്ലോ. 30 മീറ്റർ 1 മീറ്റർ ഇല്ലാതെ നിങ്ങളെന്താ പൂട്ടിക്കെട്ടിപ്പോയി? അന്ന് ഗഡ്കരി ഇല്ലായിരുന്നോ? അന്ന് BJP ഇല്ലായിരുന്നോ? ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ നിങ്ങൾ ഭൂമിയുടെ അടി ബോംബ് കുഴിച്ചിടുക എന്ന് പറഞ്ഞിട്ട് വലിയ സമരം നടത്തിയില്ലേ? വയൽക്കിളികളെ കൊണ്ടുവന്നില്ലേ? എല്ലാ സ്ഥലത്തും നടത്തിയില്ലേ? അപ്പോൾ ഇതെല്ലാം നടത്തിയിട്ട് ഇത് ചെയ്തതാണ് സാർ. വിഴിഞ്ഞം സാർ, വിഴിഞ്ഞം പോർട്ട്, വിഴിഞ്ഞം തുറമുഖം ഇവിടെ വന്നു. വിഴിഞ്ഞം 2028 പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്ന വിൻസെന്റിന്റെ മണ്ഡലത്തിലാണ്. ട്രയാങ്കിള് കോയമ്പത്തൂർ മേഖല, അതുപോലെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം സാർ ഇൻഡസ്ട്രീസ് വരും, പുതിയ ജോലികൾ വരും, ധാരാളം ആളുകൾക്ക് ഇവിടെ നിൽക്കാം. ലോകത്ത് ഈ സെഷൻ തുടങ്ങുന്ന ഈ സമ്മേളനം നമ്മുടെ ഈ പുതിയ സഭ വരുന്ന സമയത്ത് ഇവിടെ പലപ്പോഴും വന്നല്ലോ. വിദേശത്തേക്ക് പോകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം സാർ, ഞാൻ പറയുന്നു, അമേരിക്കയിൽ നിന്ന് നിർബന്ധമായും വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ചയക്കുകയും ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ തിരിച്ചയക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ആ ആളുകൾക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും നയങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് നടപ്പിലാക്കാം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ പദങ്ങൾ കൊണ്ട് പറയുന്നതാണ്. ഇവിടെ ഇതൊക്കെ നടപ്പിലാക്കിയല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയും ഇച്ഛാശക്തിയും നിങ്ങളെല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. സാർ, ഈ ബഡ്ജറ്റ് കേരളത്തെ വലിയൊരു കുതിച്ചാട്ടത്തിലേക്ക് എത്തിക്കാൻ സഹായകരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നമുക്ക് ഒരുമിച്ച് പരമാവധി ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഈ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2025 ധനവിനിയോഗ 2-ാം നമ്പർ ബിൽ പരിഗണനക്കെടുക്കണം. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ഉം 3ഉം വകുപ്പുകൾ ഭേദഗതിയില്ല. 2ഉം 3ഉം വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പക്ഷത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. 2ഉം 3ഉം വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാകുന്ന പക്ഷത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. പട്ടിക ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീടികയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമാകുന്ന പക്ഷത്തെ അനുകൂലിക്കുന്നവർ,
പ്രതികൂലിക്കുന്നവർ ഒന്നാം വകുപ്പും പീടികയും പേരും ബില്ലിൻ്റെ ഭാഗം വഹിക്കുന്നു. മൂന്നാം വായന. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2025 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2025 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ വോയിസ് വോട്ട് പോരെ? യെസ്. അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.